നമസ്കാരം, ഞാൻ ജ്യോതിഷർന്ന വേണു മഹാദേവ്. നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കെല്ലാം അമ്മയുടെ കഥ അറിയാം. എങ്കിലും ഓർമ്മിപ്പിക്കാനായി ഒന്ന് പറയാം. അമ്മ മധുരയിൽ നിന്ന് കണ്ണകി അവതാരമെടുത്ത അമ്മ മധുരയിൽ നിന്ന് മധുരാ നഗരം ചുട്ടരിച്ച് അവിടുന്ന് കൊടുങ്ങല്ലൂരേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ആ യാത്രാമധ്യേ അമ്മ തിരുവനന്തപുരത്ത് കിള്ളിയാറിൻ്റെ തീരത്ത് വന്നെത്തുകയും അവിടെ കിള്ളിയാറിൻ്റെ കരയിൽ നിന്നുകൊണ്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാലികാ രൂപത്തിൽ മുല്ലുവീട്ടിലെ കാരണവർ കാണുന്നതുമാണ് ആറ്റുകാലമ്മയുടെ ഐതിഹ്യം അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ മുല്ലുവീട്ട് കാരണവർ ഈ വിവരം ഉടനെ തന്നെ കണ്ട് ഈ കുഞ്ഞിനെ വിളിച്ചു കൊണ്ടുവരികയും ആ കുഞ്ഞിനെ ഒരു സ്വസ്ഥമായിട്ടിരുന്ന് അതിന് ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാക്കി ഇരുത്തുകയും അത് ദേവിയാണെന്ന് തിരിച്ചറിയുകയും തന്ത്രിയെ വിളിച്ച് അവിടെ അമ്മയ്ക്കൊരു സ്ഥാനം കൊടുത്ത് പ്രതിഷ്ഠയാക്കുകയും ചെയ്തു. അതൊരു ചെറിയ നമ്മൾ തെക്കതുപോലെ ഒരു കുഞ്ഞ് തെക്കതായിരുന്നതാണ് പിന്നീട് വളർന്ന് ഇത്രയും വലിയ മഹാത്മ്യമുള്ള ലോകപ്രശസ്തമായ ആറ്റുകാൽ അമ്മയായി, ആറ്റുകാൽ ദേവീക്ഷേത്രമായി പരിണമിച്ചത്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തോടനുബന്ധിച്ച് ഉത്സവം എന്നുള്ളതിൽ ഏറ്റവും പ്രാധാന്യം പൊങ്കാല മഹോത്സവമാണ്. ആ പൊങ്കാല മഹോത്സവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള മലയാളികൾ ഈ ലോകത്ത് എവിടെയെല്ലാം ഉണ്ടോ അവർക്കെല്ലാം സ്ത്രീകളെ സംബന്ധിച്ചൊരു ആവേശവും അവരുടെ ഒരു അഭിമാനവുമാണ് ആറ്റുകാൽ പൊങ്കാല. കാരണം സ്ത്രീകളുടെ ഉത്സവമാണത്. ഏറ്റവും അഭിമാനത്തോടെയും അന്തസ്സോടെയും ഞങ്ങളുടെ ശബരിമല അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ഷേത്രം എന്നുള്ള ഒരു അഭിമാനത്തോടെ സ്ത്രീകൾ വന്നെത്തുന്ന അത് ആ പൊങ്കാല മഹോത്സവ കാലത്ത് ആ 9 ദിവസങ്ങളിൽ ആറ്റുകാൽ പരിസരങ്ങളിലുള്ള വീടുകളിലോ അല്ലെങ്കിൽ ആ പരിസരത്തോ സഹകരിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ മുഖ്യ സ്ഥാനം സ്ത്രീകൾക്കാണ്. അതായത് സ്ത്രീകളുടെ ഒരു ഉത്സവവും സ്ത്രീകളുടെ അമ്മയുമാണ് ആറ്റുകാലമ്മ. പുരുഷന്മാരും പൊങ്കാല ഇടാറുണ്ട്, പക്ഷേ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. ആറ്റുകാൽ പൊങ്കാല എന്ന് നമ്മൾ എല്ലാ വർഷവും കണക്കാക്കുന്നത് കുംഭമാസത്തിലെ പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിനാണ് അമ്മയുടെ തിരുനാളായിട്ട് പൊങ്കാല മഹോത്സവം ആഘോഷിക്കുന്നത്. അമ്മയുടെ തിരുനാൾ പൂരം നക്ഷത്രമാണ്. മകൻ നക്ഷത്രം ചോറ്റാനിക്കര മകവുമാണ്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്തായിരിക്കും വരുന്നത്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചോറ്റാനിക്കര മകം. ഇങ്ങനെയാണ് ഒരു സ്ഥിരമായിട്ടുള്ള വിധാനം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയിലുള്ളവർക്ക്, പഴയ കാരണവത്തിമാർക്കെല്ലാം നന്നായിട്ട് അറിയാം, എങ്കിലും പുതിയ തലമുറയിൽ എല്ലാവർക്കും ഉണ്ടാകാവുന്നൊരു സംശയം പൊങ്കാല ഇടാൻ എത്ര ദിവസം വ്രതം വേണം എന്നാണ്. അതിൽ പല ചിട്ടകൾ പറയുന്നുണ്ടെങ്കിലും 9 ദിവസത്തെ വ്രതമാണ് ശരിയായ വ്രതനിഷ്ഠയായിട്ട് പറയപ്പെടുന്നത്. മിനിമം 3 ദിവസമെങ്കിലും വ്രതനിഷ്ഠ വേണം. വ്രതനിഷ്ഠയെപ്പറ്റി സാധാരണ ഇന്നത്തെ കാലത്ത് ഒരു നീണ്ട പ്രഭാഷണം വേണ്ട. കാരണം ഇപ്പോൾ വ്രതങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും വ്രതങ്ങളെപ്പറ്റി അറിയാം, പലതരം വ്രതങ്ങൾ എടുക്കുന്നതുകൊണ്ട് അറിയാം. എങ്കിലും വ്രതനിഷ്ഠയിൽ ഒരു നിർബന്ധമുള്ളത്, നിർബന്ധമായി 2 നേരം കുളിച്ച് ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കുടുംബത്തിലെങ്കിലും നിലവിളക്ക് തെളിച്ച് ആ ഭദ്രദീപത്തെ ഭഗവതിയായി, ദേവിയായി സങ്കല്പിച്ച് അതിന് മുന്നിലിരുന്ന് ഒരു 5 മിനിറ്റെങ്കിലും ദേവീനാമങ്ങൾ ചൊല്ലുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. മറ്റൊന്ന്, നമ്മൾ ഈ പൊങ്കാല ഇടാൻ അല്ലെങ്കിൽ ആറ്റുകാലിലെ പൊങ്കാലയോടനുബന്ധിച്ചുള്ള വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് വരാവുന്ന ഏറ്റവും വലിയ സംശയം, കുടുംബത്തിൽ മരണം സംഭവിക്കാം, അല്ലെങ്കിൽ വാലായ്മയുണ്ടാവാം, അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ലാത്ത സമയം വരാം. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നൊരു സംശയം വരാം. ഇതിലുള്ള ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കേണ്ടത്, മരണം നടന്നിട്ടാണെങ്കിൽ 16 ദിവസം കഴിഞ്ഞാൽ, അതായത് നമ്മൾ പുലകുളി എന്ന് പറയും, പുലകുളി അടിയന്തരം എന്ന് പറയും നമ്മുടെ നാട്ടുഭാഷയിൽ, 16 കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ പോയി തുടങ്ങാവുന്ന ഒരവസ്ഥയായാൽ തീർച്ചയായിട്ടും നമുക്ക് പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കാം. അതുപോലെ വാലാഴ്മ കഴിഞ്ഞാൽ, വാലാഴ്മ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പ്രസവിച്ച് കിടക്കുന്ന വീട്ടിൽ നിന്ന് 11 കഴിഞ്ഞാൽ അവർക്ക് പൊങ്കാലയ്ക്ക് പോകാം. പക്ഷേ പ്രസവിച്ച സ്ത്രീയെ സംബന്ധിച്ച് കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞാലേ പോകാൻ കഴിയുള്ളൂ. ആ വീട്ടിൽ നിന്ന് പൊങ്കാലയ്ക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് അമ്പലത്തിൽ പോകാൻ പാടില്ലാത്ത സമയം വന്നാൽ അവർക്ക്
ശുദ്ധി വന്ന് അതായത് അമ്പലത്തിൽ പോകാൻ പാടില്ലാതെ വരുന്ന ദിവസം മുതൽ 7 ദിവസം കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പൊങ്കാല ഇടാനായിട്ട് അമ്പലത്തിലേക്ക് പോകാം, ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോകാം. മറ്റൊന്ന്, നമ്മൾ അമ്പലത്തിലേക്ക്, അതായത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കഴിയുന്നു അതിന് നമ്മൾ കരുതി വയ്ക്കുന്ന എല്ലാ ദ്രവ്യങ്ങളും, അതായത് മുൻകൂട്ടി തന്നെ നമ്മൾ കൊതുമ്പ്, ചൂട്ട്, അതുപോലെ തന്നെ അരി, ഇതെല്ലാം നേരത്തെ തന്നെ സംഘടിപ്പിച്ച് അത് ശുദ്ധവൃത്തിയാക്കി, അതിലെ അരിയാണെങ്കിൽ അതിലെ നെല്ലും കല്ലും ഒക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് പുതിയ വസ്ത്രം അതല്ലെങ്കിൽ ഉള്ള വസ്ത്രം നല്ലത് അലക്കി വൃത്തിയാക്കി സൂക്ഷിച്ച്, അലക്കി തേച്ച് വൃത്തിയാക്കി സൂക്ഷിച്ച് തന്നെ ആ വസ്ത്രം തന്നെ ഉപയോഗിക്കണം. അതുപോലെ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്ന സമയത്ത് മുൻകൂട്ടി കരുതേണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞു വിളക്കും അതുപോലെ തന്നെ നമ്മൾ ഗണപതിക്ക് പടുക്ക വയ്ക്കാനായിട്ട് കൊച്ചു പടുക്ക സാധനങ്ങൾ അതിൻ്റെ കൂടെ കരുതണം. കാരണം പൊങ്കാല അടുപ്പ് എൻ്റെ തൊട്ടടുത്തായിട്ടൊരു പടുക്കയിട്ട് അതിൽ നമ്മൾ ഗണപതിക്ക് സങ്കല്പിച്ചൊരു പൊരി, അവല്, മലര്, ഒരു ചെറിയ കഷ്ണം ശർക്കര, ഇങ്ങനെ വയ്ക്കുന്നൊരു സമ്പ്രദായമുണ്ട്, പഴം ഉൾപ്പെടെ. ഇങ്ങനെ ഒരു ഗണപതിക്ക് വെക്കലും നടത്തി തന്നെ പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി പൊങ്കാലയ്ക്ക് നമ്മൾ ചെന്നെത്തി അവിടെ പണ്ടാരടുപ്പിൽ തീ കത്തിച്ച് നമ്മൾ പൊങ്കാലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, പൊങ്കാല നമ്മൾ പണ്ടാരടുപ്പിൽ തീ കത്തിച്ച് കഴിയുന്നവരെയും ജലപാനം പോലും ഉപയോഗിക്കരുതെന്നാണ്. പണ്ടാരടുപ്പിൽ തീ കത്തിച്ച് അവിടെ നിന്ന് നമ്മൾ നമ്മുടെ അടുപ്പിലേക്ക്, നമ്മൾ പൊങ്കാല ഇടുന്ന അടുപ്പിലേക്ക് തീ പകർന്നു കഴിഞ്ഞിട്ട് മാത്രമേ ആഹാരം കഴിക്കാവുന്നതാണ്. തീരെ നിവൃത്തിയില്ലാതെ ഷുഗറോ മറ്റ് ബുദ്ധിമുട്ടോ ഉള്ളവർ, പ്രായം ചെന്നവർക്ക് കുറച്ച് ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ കഴിക്കുന്നവർ തീർച്ചയായിട്ടും പഴമോ വളരെ ലഘുഭക്ഷണം എന്തെങ്കിലും കഴിക്കാവൂ. കട്ടി ആഹാരം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊന്ന്, പൊങ്കാല സമർപ്പിക്കുന്ന അവർ തീർച്ചയായിട്ടും അന്ന് കഴിഞ്ഞില്ലെങ്കിൽ ആ ഉത്സവ നാളുകളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം ആറ്റുകാൽ പോയി അമ്മയെ തൊഴുന്നത് നല്ലതാണ്. ഇനി പൊങ്കാലയ്ക്ക് നമ്മൾ പലർക്കും വരുന്നൊരു സംശയമാണ്, പൊങ്കാല ദ്രവ്യങ്ങൾ നമ്മൾ പിന്നെ അതായത് പൊങ്കാല ചോറായിട്ട്, അതായത് വെള്ള ചോറായിട്ട് വയ്ക്കുന്നവരുണ്ട്, ശർക്കര പായസമായിട്ട് വയ്ക്കുന്നവരുണ്ട്, മണ്ടപ്പുറ്റ വയ്ക്കുന്നവരുണ്ട്, തിരളി വയ്ക്കുന്നവരുണ്ട്. ഇതെന്ത് ചെയ്യുമ്പോഴും അതിൽ നമ്മൾ ഒരു നിർബന്ധമുള്ളത്, ഇതെല്ലാം നമ്മൾ പൂർത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിമാർ വന്ന് അത് നേദിച്ച് തരുന്നത് അതുവരെയും ആ പൊങ്കാല അടുപ്പിൽ എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ വളരെ ദൂരേക്കൊന്നും പോകാൻ പാടില്ല. മറ്റൊന്ന്, നമ്മളിപ്പോൾ ഒരാളിന് നമ്മളൊരു നേർച്ചയായിട്ട് സങ്കല്പിച്ചു, ഒരു 101 കലത്തിൽ പൊങ്കാല അല്ലെങ്കിൽ 9 കലത്തിൽ പൊങ്കാല. നമുക്കിപ്പോൾ ഒരാളിന് നിന്ന് 9 കലത്തിൽ ചിലപ്പോൾ പൊങ്കാല ഇടാൻ കഴിഞ്ഞില്ല എന്ന് വരും. അങ്ങനെ വരുമ്പോൾ പൊങ്കാല 9 കലത്തിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ കൂടെ ഉള്ള സഹായിക്കുന്ന ആൾക്കാർ, മറ്റ് സ്ത്രീകളെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പൊങ്കാല നമ്മൾ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ ആ പൊങ്കാലയുടെ നിവേദ്യം തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് മാത്രമല്ല മറ്റു ആൾക്കാർക്കും ജീവജാലങ്ങൾക്കും ഒക്കെ കുറച്ച് നൽകണമെന്നാണ്. പലർക്കും ഈ പൊങ്കാലയോട് അനുബന്ധിച്ച് വരുന്ന വലിയൊരു സംശയമുള്ളത്, ഈ പൊങ്കാല ഇട്ട കലം പിന്നെ അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ കല എന്ത് ചെയ്യണം? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇട്ട ആ പൊങ്കാലക്കലം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കഴുകി ശുദ്ധ വൃത്തിയാക്കി അതിൽ നമ്മൾ പിന്നീട് നമ്മളെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള അരി അതിൽ ശേഖരിക്കുന്നത് നല്ലതാണ്. ദിവസവും നമ്മൾ വീട്ടിൽ ചോറ് വയ്ക്കാൻ അരി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതിൽ നിന്ന് ഒരുന്നുള്ള അരിയൂടെ ഇട്ട് ചോറ് വെച്ചാൽ വീട്ടിൽ അന്നത്തിന് അല്ലെങ്കിൽ ധാന്യത്തിന് ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പഴമക്കാർ പറയാറുള്ളത്. അതല്ല എങ്കിൽ ആ പൊങ്കാലക്കലം ശുദ്ധ വൃത്തിയാക്കി അതിൽ മണ്ണ് നിറച്ച് തുളസി, പിച്ചി, മുല്ല ഇതുപോലെ വളരെ ശുഭകരമായ ദേവീ പൂജയ്ക്കെടുക്കുന്ന ഏതെങ്കിലും സസ്യങ്ങൾ നട്ട് വളർത്തുന്നതുകൊണ്ടും കുഴപ്പമില്ല. എന്തായാലും ആ പൊങ്കാലക്കലം നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നീട് അതായത് അശുദ്ധിയുള്ളതോ അനിഷ്ടമായ വസ്തുക്കൾ സൂക്ഷിക്കാനോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. കഴിയുന്നത് എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് പുതിയ മൺകലത്തിൽ തന്നെ പൊങ്കാല ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പൊങ്കാല നമ്മൾ സമർപ്പിക്കുമ്പോൾ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പുതിയ മൺകലത്തിൻ്റെ, കാരണം മൺകലം എന്ന് പറയുന്നത് മണ്ണ്, അതുപോലെ തന്നെ അതിലുള്ള ജലം, വായു, അഗ്നി,
അതായത് പഞ്ചഭൂതാത്മകമായ പഞ്ചഭൂത തത്വത്തിൽ അധിഷ്ഠിതമായതുകൊണ്ടാണ് പുതിയ മൺകലത്തിൽ തന്നെ പൊങ്കാലയിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കണമെന്ന് പറയുന്നത്. പൊങ്കാലയുടെ തത്വം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ അതായത് മനസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ധനം, നമ്മുടെ സമർപ്പണം, അതായത് അമ്മയിലുള്ള ഭക്തിയും നമ്മുടെ മനസ്സ് ആത്മസമർപ്പണവും ചേർന്ന് വരുന്ന ആ സമർപ്പണമാണ് പൊങ്കാല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പൊങ്കാലയുടെ ഏറ്റവും നല്ല ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് പൊങ്കാല ഇട്ട് അത് തിളച്ചിങ്ങനെ പൊങ്ങി വരുന്ന സമയമാണ്. അപ്പോൾ തിളച്ച് പൊങ്ങുമ്പോൾ തെക്ക് ദിക്കിലേക്ക് ഒഴിച്ച് ബാക്കി ഏത് ദിക്കിലേക്കും പൊങ്കാല തിളച്ച് തൂകുന്നത് വളരെ ശുഭകരമായിട്ട് പറയാറുണ്ട്. പണ്ട് കാലത്തുള്ള മുത്തശ്ശിമാർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് അവർ എപ്പോഴും പൊങ്കാല കലം വയ്ക്കുമ്പോൾ ഒരു അല്പം വടക്കോട്ടോ കിഴക്കോട്ടോ ചരിച്ച് വയ്ക്കും, കാരണം അങ്ങോട്ട് തിളച്ച് തൂവാനായിട്ട്. അങ്ങനെ ചെയ്യുന്നത് ശുഭകരമാണ്. അപ്പോൾ പൊങ്കാലയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എങ്കിലും പൊങ്കാല സമയത്ത് മാത്രമല്ല, പൊങ്കാല കഴിഞ്ഞാലും നമുക്ക് അമ്മയെ സ്മരിക്കാനും അമ്മയെക്കുറിച്ച് പ്രാർത്ഥിക്കാനും കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്തുതിയാണ് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ എന്നുള്ള ദേവീ മഹാത്മ്യത്തിലെ സ്തുതി. ഞാൻ ഇന്ന് അതോടൊപ്പം തന്നെ വളരെ വിശിഷ്ടമായ 2 മന്ത്രങ്ങൾ കൂടി പറയാം. കാരണം മന്ത്രങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് ജ്യോതിഷ വിഷയമാണ്. അതായത് എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് കേതു എന്ന് പറയുന്നത്. അപ്പോൾ കേതുവിൻ്റെ പ്രീതിക്ക് സാധാരണ ഗണപതിയെയും ദേവിയെയുമാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ഗണപതി പ്രീതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗണപതിക്ക് നാളികേരം ഉടച്ചാൽ മതി. ദേവി പ്രീതിക്ക് ഏറ്റവും നല്ല, അതായത് കേതുവിനെ എൻ്റെ അധിഷ്ഠാന ദേവതയായി വരുന്നത് ചാമുണ്ഡി ദേവിയാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ചാമുണ്ഡി മന്ത്രമാണ്. ദേവീ മാഹാത്മ്യത്തിൻ്റെ മൂലമന്ത്രം അല്ലെങ്കിൽ ദേവീ മാഹാത്മ്യത്തിൻ്റെ എസൻസായ മന്ത്രമാണ് നവാക്ഷരി എന്ന് പറയുന്ന മന്ത്രം. ഈ നവാക്ഷരി മന്ത്രം നമ്മൾ ഏത് ദേവീക്ഷേത്രത്തിൽ പോകുമ്പോഴും ജപിക്കാം. നമ്മുടെ ജാതകത്തിലെ കേതു മാത്രമല്ല, ഒരുവിധം ദോഷങ്ങളെല്ലാം മാറി നിൽക്കും. അപ്പം കുജവത് കേതു എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പോൾ ചൊവ്വാദോഷം പോലെ അതിൽ നീങ്ങുമെന്നാണ്. ഇനി ആ മന്ത്രം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായേ വിച്ചേ നമഃ. ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായേ വിച്ചേ നമഃ. ഈ മന്ത്രം നമ്മളാലാവുന്ന ഒരു ജപിക്കുക. അത് പൊങ്കാല സമയത്ത് ജപിക്കാം, അത് കഴിഞ്ഞാലും ദീപം തെളിച്ച് നമുക്ക് ജപിക്കാം. നമുക്ക് നിത്യവും ഈ മന്ത്രം ജപിക്കുന്നത് ദേവീ മഹാത്മ്യം ചൊല്ലുന്നതിന് തുല്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറി. പ്രത്യേകിച്ചും ജാതകാല് കേതു ദശയോ ഏതെങ്കിലും ദശയിൽ കേതു അപഹാരമോ ഒക്കെ വരുന്നവർ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കാരണം നമുക്ക് കേതു ദശയും കേതു അപഹാരമാണ് ഏറ്റവും പേടിക്കാനുള്ളത്. ആ ദശയിൽ കേതു നമുക്ക് സർജറി, മുറിവ്, ചതവ്, ഒടിവ്, ആക്സിഡൻറ്റ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം അത് നമുക്ക് മാറിക്കിട്ടാൻ ഈ മന്ത്രജപം ഗുണം ചെയ്യും. മറ്റൊന്ന്, ഈ കേതു എന്ന് പറയുമ്പോൾ കുജവത് കേതു ഞാൻ നേരത്തെ പറഞ്ഞു. കുജൻ എന്ന് പറയുന്നത് ചൊവ്വ, നമ്മുടെ നവഗ്രഹങ്ങളിലെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം തീർച്ചയായിട്ടും ദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. കാരണം ചൊവ്വയുടെ ദേവത എന്ന് പറയുന്ന സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ്. അപ്പോൾ ഭദ്രകാളി പ്രീതിക്ക് ഉള്ളവർക്ക്, ഭദ്രകാളി പ്രീതി നേടിയിട്ടുള്ളവർക്ക് ഒരിക്കലും ചൊവ്വയുടെ ദോഷം ബാധിക്കത്തില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഭദ്രകാളി ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക, അവിടെ ദേവിക്ക് അർച്ചന കൊടുക്കുക, അതുപോലെ ഭദ്രകാളി സ്തോത്രങ്ങളോ സ്തുതികളോ ജപിക്കുക, അത് കേൾക്കുക. ഇതെല്ലാം നമുക്ക് വളരെ ശ്രേഷ്ഠകരമായിട്ടൊരു കാര്യമാണ്. കാരണം ചൊവ്വ എന്ന് പറയുന്നത് നിയമം, കോടതി, പോലീസ്, കേസ്, വഴക്ക്, അതുപോലെ തന്നെ നമ്മുടെ ധൈര്യം, വീര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഒരു അധിഷ്ഠാനമായ ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ദോഷമില്ലാതിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭദ്രകാളി പ്രീതി ഏറ്റവും കൂടുതൽ നമുക്ക് ചൊവ്വയുടെ ഗ്രഹത്തെ കൊണ്ടുള്ള ദോഷങ്ങളില്ലാതിരിക്കാൻ നമ്മളെ സഹായിക്കും എന്ന് പറയുന്നത്. നമുക്ക് ചൊവ്വാദോഷ പ്രീതിക്കായിട്ട്, ഭദ്രകാളി പ്രീതിക്കായിട്ട് വേണമെങ്കിൽ ഭദ്രകാളിയുടെ മന്ത്രവും നമുക്ക് ജപിക്കാവുന്നതാണ്. ഓം ഐം ക്ലീം ഹ്രീം ചാമുണ്ടായേ വിച്ചേ നമഃ എന്ന നവാക്ഷരി മന്ത്രം ശരിക്കും
ദേവിയുടെ എല്ലാ ഭാവങ്ങളും, ചാമുണ്ഡി ഭാവമാണെങ്കിൽ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്നു. അതുപോലെ ഭദ്രകാളി മന്ത്രമുണ്ട്. ഭദ്രകാളി മന്ത്രം എന്ന് പറയുന്നത് ഓം ഐം ക്ലീം ഹ്രീം ഭദ്രകാളിയേ നമഃ. അപ്പം ആ ഭദ്രകാളി മന്ത്രം എന്ന് പറയുന്നത് ശരിക്കും സാധാരണ മട്ടിൽ എല്ലാവരും പെട്ടെന്ന് ജപിക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പേടിയുണ്ട്. പലരുടെ ഒരു സംശയമാണ്, വീട്ടിൽ നമ്മൾ ഭദ്രകാളിയുടെ ചിത്രം വയ്ക്കാമോ, ഭദ്രകാളി ദാരുകൻ്റെ തല വെട്ടി നിൽക്കുന്ന ചിത്രം വയ്ക്കാമോ എന്നൊക്കെ. അതൊരു നമ്മുടെ സ്വാഭാവികമായിട്ടും ആ ചിത്രം കാണുമ്പോൾ ഉള്ള ഇതിൽ പലരിൽ നിന്നും വരുന്നതാണ്. ഒറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി, ഭദ്രകാളിയുടെ ചിത്രം വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്രത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ നമുക്ക് ഒരു ദോഷവും വരാനില്ല. കാരണം നമ്മളെപ്പോഴും വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അപ്പോൾ അവിടെ അമ്മയുടെ ആ ഭാവത്തെ ആ ഭാവത്തിലുള്ള ചിത്രത്തെ നമ്മൾ വണങ്ങുന്നു എന്നല്ലാതെ നമ്മൾ ആ ഭാവത്തെ ഉൾക്കൊള്ളുന്നില്ല. രണ്ട്, നമ്മൾ അമ്മയുടെ പ്രീതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നേ ഉള്ളൂ. അത് മറ്റാർക്കും ദോഷം വരാനില്ല. നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മളെ രക്ഷകയായി അമ്മ വരുന്നു, ആ ഭാവത്തിൽ കാണുന്നതേ ഉള്ളൂ. അതിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഭദ്രകാളി മന്ത്രങ്ങൾ ജപിക്കണമെന്നുള്ളവർക്കും ഭദ്രകാളി സഹസ്രനാമം, ഭദ്രകാളി സ്തുതികൾ, അതുപോലെ തന്നെ ഭദ്രകാളിയുടെ തന്നെ പിന്നെ അഷ്ടോത്തരം, ഇതെല്ലാം ഇപ്പോൾ ധാരാളം നമുക്ക് ലഭ്യമാണ്. ഇതിലേതെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന കാലത്തൊന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ട് ക്ഷേത്രോത്സവങ്ങളുടെ കാലമാണ്, ഉത്തരായണമാണ്. തീർച്ചയായിട്ടും ദേവീ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ദേവീ മന്ത്രങ്ങൾ ജപിക്കുന്നതും പൊങ്കാല അർപ്പിക്കുന്നതും എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ഉണ്ടാക്കും. തീർച്ചയായിട്ടും ആറ്റുകാൽ പൊങ്കാല എല്ലാവർക്കും ഈ വർഷം ഐശ്വര്യവും അനുഗ്രഹവും അമ്മയുടെ സർവ്വവിധമായ അനുഗ്രഹങ്ങളാൽ എല്ലാവരുടെയും കഷ്ടതകളും ദുരിതങ്ങളും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്തേ.